Hi friends, welcome back. നമ്മുടെ ഇന്നത്തെ വീഡിയോ Realme 11Pro Plus എന്ന ഈ ഒരു ഫോണിന്റെയാണ്. ചൈനയിൽ ഈ ഫോൺ ഇറങ്ങി കഴിഞ്ഞപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഇതിന്റെ ഡിസൈൻ വന്നിട്ട് ഗംഭീരമായിട്ടുണ്ട്. അതായത് ഒരു 50,000 60,000 റേഞ്ചിൽ കാണുന്ന പല ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിലും കാണുന്ന ഒരു നല്ല ഡിസൈൻ, ഒരു വാഗൺ ലെതർ ഡിസൈൻ കൊടുത്തിരിക്കുന്നു. ക്യാമറ മോഡ്യൂൾ നോക്കിയാലും ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലിലുള്ള ഫോണുകളിൽ കാണുന്ന തരത്തിലുള്ള ഡിസൈൻ കൊടുത്തിരിക്കുന്നു. സോ അങ്ങനെ ഒരു നല്ല ഡിസൈനിലുള്ള ഒരു നല്ല ഫോണാണ് വരുന്നത്. ഇതിന്റെ കാര്യം ഞാൻ ചൈനയിൽ ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് തൊട്ടേ ഷെയർ ചെയ്യുന്നതാണ്, ട്വിറ്ററിലും മറ്റുമൊക്കെ ആയിട്ട്. ഇന്ന് നമ്മുടെ കയ്യിൽ ആ ഫോൺ കിട്ടുമ്പോൾ നമ്മുടെ ഫീലിംഗ് എന്താണ്? സോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു കാര്യം ഞാൻ ക്ലിയർ ചെയ്യാം. 11 Pro Plus എന്ന ഫോണിൻ്റെ ഒപ്പം തന്നെ 11 Proയും അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. രണ്ടും നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് ഇന്ന് Pro Plusൻ്റെ കാര്യം നോക്കാം. പ്ലസിൽ നിന്നും പ്രോയിലുള്ള വ്യത്യാസം നാളെ ഒരു ഷോർട്ട് വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. സോ നാളത്തെ ഷോർട്ട് കാണാൻ മറക്കണ്ട, പ്രോയുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ. ഇന്ന് Pro Plusൻ്റെ കാര്യങ്ങളാണ്. ആദ്യമായിട്ട് ഇതിൻ്റെ ബോക്സിൽ കേസ്, ഡോക്യുമെൻറ്റേഷൻ, സിം ടൂള്, ചാർജർ, ടൈപ്പ് സി കേബിൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ചാർജർ 100 വാട്ടിൻ്റെയാണ് Pro Plusൽ കൊടുത്തിരിക്കുന്നത്. സോ ഒരു നല്ല പാക്കിംഗ്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. നല്ല രീതിയിൽ നല്ല വെൽ ഡിസൈൻഡ് ആയ ഫോണും ഇരിക്കുന്നുണ്ട്. ഈ ഫോൺ കയ്യിലോട്ട് എടുക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ആദ്യത്തെ അട്രാക്റ്റീവായ ഘടകം എന്ന് പറയുന്നത് വാഗൺ ലെതർ ഫിനിഷാണ്. നല്ല ലക്ഷറി ആയിട്ടുള്ളൊരു, അതായത് നല്ലൊരു പ്രീമിയം, ഒരു ഇത്തിരി വില കൂടിയ ഫോണുകളുടെ ആ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു ഫിനിഷ് ഒരു നല്ല വാഗൺ ലെതർ ഫിനിഷാണ്. 189 ഗ്രാമാണ് വെയിറ്റ്. വളരെ ലൈറ്റ് വെയിറ്റും സ്ലിം ഒക്കെയാണ് ഈ ഫോൺ കയ്യിൽ ഹോൾഡ് ചെയ്യാനൊന്നും യാതൊരു പ്രശ്നവുമില്ല. 3.5mm ജാക്കൊന്നും വരുന്നില്ല. ഡുവൽ നാനോ സിം ആണ് വരുന്നത്. 5G ഡുവൽ സ്റ്റാൻഡ് ബൈ ഒക്കെ സപ്പോർട്ട് ചെയ്യും. 9 5G ബാൻഡ് ഒക്കെ ഉണ്ട്. സോ കണക്ടിവിറ്റിയിലൊന്നും വേറെ ഇഷ്യൂസ് ഇല്ല. ടൈപ്പ് സി പോർട്ട്, മെയിൻ മൈക്രോഫോൺ, സ്പീക്കർ ഗില്ല്, ഡുവൽ സ്റ്റീരിയോ സ്പീക്കറൊക്കെയാണ് വരുന്നത്. ഒരു ചെറിയ സാമ്പിൾ ഒന്ന് കേട്ട് നോക്കിക്കോളൂ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. നല്ല ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. മുകളിൽ വന്നിട്ട് ആ ഡുവൽ സ്റ്റീരിയോ സ്പീക്കറിൻ്റെ ഒരു സ്പീക്കറും പിന്നെ നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോണും കാണാം. റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, വോളിയം ബട്ടൺ, ലെഫ്റ്റ് സൈഡ് ക്ലീൻ ആണ്. സോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓവർവ്യൂ. ഓവറോൾ നന്നായിട്ടുണ്ട്. കർവ്ഡ് ഡിസ്പ്ലേ ഒക്കെ ആയിട്ട് നല്ലൊരു ഫോണാണെന്ന് ഒറ്റ നോട്ടത്തിൽ പറയാം. സൈഡ് മെറ്റലൊന്നും അല്ല കേട്ടോ, അത് പ്ലാസ്റ്റിക് ആണ്. പക്ഷെ എന്നാലും മൊത്തത്തിലൊരു ലക്ഷറി ഫീൽ ഉണ്ട് ഈ ഫോൺ. പക്ഷേ ഡിസൈനൊക്കെ പേഴ്സണലാണ്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ച് നന്നായിട്ട് തോന്നി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. 3 കളറിലാണ് ഇത് വരുന്നത്. ബീജ്, ഗ്രീൻ, ബ്ലാക്ക്. അവരിതിന് വേറെ എക്സ്റ്റൻഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും അങ്ങനെയാണ് 3 കളറ്. എന്തായാലും നന്നായിട്ടുണ്ട് സംഗതി. ഈ കാര്യം ഇത്രയും എടുത്തു പറയാൻ കാരണം ബാക്കിയുള്ള കാര്യങ്ങളിൽ അത്ര വലിയ കാര്യമായ സംഗതികളൊന്നും കണ്ടില്ല. അതായത് ഇതിൻ്റെ പ്രൊസസ്സർ, Pro Plusൻ്റെ പ്രൊസസ്സർ ഡയമൻസിറ്റി 7050 എന്ന പ്രൊസസ്സറാണ്. ഡയമൻസിറ്റി 1080 എന്ന് പറയുന്ന പ്രൊസസ്സറിൻ്റെ വേറൊരു പേര് മാറ്റൽ മാത്രമാണ് ഈ 7050. അങ്ങനെ നോക്കിയാൽ മുമ്പ് ഇറങ്ങിയ Realme 10 Pro Plusം തമ്മിൽ ഇതിന് യാതൊരു വ്യത്യാസവും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. സോ അപ്പോൾ അപ്ഗ്രേഡ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ച് ആരെങ്കിലും ഇതിന് 10 Pro Plus ഒക്കെ എടുത്ത ആൾക്കാർ ഇതിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരാവശ്യമില്ല. ഒരു തരത്തിലുള്ള പെർഫോമൻസ് വ്യത്യാസവും നിങ്ങൾക്ക് ഫീൽ ചെയ്യാനേ പോകുന്നില്ല. ഇതിൻ്റെ ഫോൺ കയ്യിലെടുത്ത് നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങുമ്പോഴും ഇതിൻ്റെ യാതൊരുവിധ വ്യത്യാസവും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് റിയാലിറ്റി. സോ അപ്പോൾ പെർഫോമൻസിൻ്റെ കാര്യം മനസ്സിലായല്ലോ. കുറേ അധികം ബ്ലോട്ട് വയേഴ്സും കാര്യങ്ങളൊക്കെ നിറച്ച് വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ഫോൺ വന്നിരിക്കുന്നത്. അതിലൊന്നും ഒരു കുറവും വരുത്തിയിട്ടില്ല. Realme UI 4.0 ആൻഡ്രോയിഡ് 13 ബേസ്ഡ് തന്നെയാണ് വരുന്നത്. 8GB RAM 256GB, 12GB RAM 256GB അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. ഡൈനാമിക് റാം ഒക്കെ ഉണ്ട്. പിന്നെ ഇതിനകത്ത് ബ്ലോട്ട് വയേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അതും മറക്കണ്ട. എന്തായാലും നോർമൽ യൂസിലും കാര്യങ്ങളൊന്നും യാതൊരു പ്രശ്നമില്ല. പക്ക സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഗെയിമിംഗ് പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല നൈസ് ആയിട്ടുള്ള ഗെയിമിംഗ് പെർഫോമൻസ് ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം. BGMI ഒക്കെ നമുക്ക് അത്യാവശ്യം ഒരു ഡീസൻ്റ് ആയ ലെവലിൽ കളിക്കാൻ പറ്റും. ഇതാണ് ഗെയിമിങ്ങിനെ പറ്റി അടിപൊളി ഫോൺ എന്ന് വിചാരിക്കരുത്. ഇതിൻ്റെ വില ഏകദേശം ഒരു 27-28 ആ റേഞ്ചിലൊക്കെ വരുമെന്നാണ് ഞാൻ കേട്ടത്. അങ്ങനെയാണെങ്കിൽ ആ വിലയ്ക്കാണെങ്കിൽ അതിനേക്കാൾ നല്ല ഗെയിമിംഗ് ഫോണുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊരു ഓൾ റൗണ്ടർ നല്ല ഫോൺ, നോർമൽ യൂസിന് പറ്റിയ നല്ല ഫോൺ. അതിൽ അത്യാവശ്യം ഗെയിമും കളിക്കാം ഈ കാണുന്ന രീതിയിൽ. ഇത് അത്യാവശ്യം നന്നായിട്ടുണ്ട്. വേറെ ഹീറ്റിംഗ് ഇഷ്യൂ പോലുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറിന്റെ പെർഫോമൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. നൈസായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ക്യാമറയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. മെയിൻ ക്യാമറ 200 മെഗാ പിക്സലിന്റെ ക്യാമറ, OIS സ്റ്റെബിലൈസേഷൻ അടക്കമാണ് വരുന്നത്. നല്ല ക്വാളിറ്റിയിൽ വീഡിയോ ഷൂട്ട് ചെയ്യാം നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ ഇത് ലൈറ്റിംഗ് കണ്ടീഷനിലായാലും ഈ രീതിയിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത്. ഫോട്ടോസൊക്കെ ഈ കാണുന്ന തരത്തിൽ കിട്ടുന്നുണ്ട്. സോ ക്യാമറ വൈസ് ഇത് നല്ലതാണെന്ന് പറയാം. പിന്നെ ഇതിൽ 4x സൂമൊക്കെ സിംഗിൾ ലെൻസേ ഉള്ളൂ, അല്ലാണ്ട് ടെലിഫോട്ടോ ലെൻസോ അല്ലെങ്കിൽ പെരിസ്കോപ്പിക് അങ്ങനത്തെ ഒന്നുമില്ല. ബട്ട് 4x സിംഗിൾ ലെൻസിൻ്റെ ഒരു സൂമിങ് സെറ്റപ്പ് തന്നെയാണ്. അതായത് ഞാനിവിടെ കാണിച്ചു തരാം. ഇതൊരു നോർമൽ വ്യൂ ആണ്. ഇത് വിട്ട് 2x നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കുറെ കൂടി സൂമായിട്ട് നല്ല ക്വാളിറ്റി തന്നെ കിട്ടുന്നുണ്ട്. 4x കൊടുക്കുമ്പോഴും നല്ല ക്വാളിറ്റിയിൽ കിട്ടിയിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഒരു ഫോട്ടോ കൂടി നിങ്ങൾക്ക് ഇവിടെ സൈഡ് ബൈ സൈഡ് കാണാം. കണ്ടോ? ആ സൂം ചെയ്തെടുക്കുമ്പോഴും ക്വാളിറ്റിയിൽ തന്നെയാണ് 4x സൂമായി വരുന്നത്. സോ അത് നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുണ്ടെന്നുള്ളത് കൊണ്ട് തന്നെ നല്ല അഭിപ്രായമാണ് ക്യാമറയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഈ സൂമിങ്ങിൻ്റെ കാര്യത്തിൽ ഓവറോൾ ക്വാളിറ്റിയും വലിയ കുഴപ്പമൊന്നുമില്ല. നിങ്ങളിവിടെ കാണുന്ന പോലെയുണ്ട്.
സെൽഫി ക്യാമറ ഇമേജുകളും ഡേ ലൈറ്റിലും ആർട്ടിഫിഷ്യൽ ലൈറ്റിലും ഒക്കെ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഇനി ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റി, സെൽഫി വീഡിയോ ക്വാളിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന തരത്തിലാണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. എങ്കിൽ പോലും നമുക്ക് അതിൻ്റെ സ്റ്റെബിലൈസേഷനും കാര്യങ്ങളൊക്കെ ഒന്നും കൂടി നന്നാവണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. ഓവറോൾ ക്യാമറ കൊള്ളാം എന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷേ പലപ്പോഴും സ്കിൻ ടോണും കാര്യങ്ങളൊന്നും എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ പോലും ഓവറോൾ ഗുഡ് തന്നെ, മോശമൊന്നും പറയുന്നില്ല ഞാൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് വഴി ഷെയർ ചെയ്യുക. ഇതിൻ്റെ ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ 6.7 ഇഞ്ചിൻ്റെ 120 ഹെർട്സിൻ്റെ കർവ്ഡ് OLED ഡിസ്പ്ലേ ആണ്. 360 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ്, 93.65% സ്ക്രീൻ ടു ബോഡി റേഷ്യോ. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഇത് തന്നെയല്ലേ Realme 10 Pro Plusൽ ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് ഇതിലേക്ക് എന്ത് അപ്ഗ്രേഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അപ്ഗ്രേഡ് ഒന്നുമില്ല. അപ്ഗ്രേഡ് ഇതിൻ്റെ റിയർ സൈഡിൽ കാണുന്ന ഈ സംഗതിയാണ്, ഈ ഡിസൈനും. പിന്നെ ക്യാമറയിൽ 200 മെഗാപിക്സലും 4x സൂമൊക്കെ വെച്ചിട്ടുണ്ട്, അതൊക്കെയാണ് അപ്ഗ്രേഡ്. ഡിസ്പ്ലേയിൽ വേറെ അപ്ഗ്രേഡ് ഒന്നും കൊടുത്തിട്ടില്ല കാര്യമായിട്ട്. കൊടുക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി ഈ പ്രൈസിന് കിട്ടാവുന്ന നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. 10-bit ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം, ഒരു ഇഷ്യൂസും ഇല്ല. സൺലൈറ്റ് വിസിബിലിറ്റിക്കൊന്നും ഒരു പ്രശ്നവുമില്ല, ഡീസൻറ്റ് ഡിസ്പ്ലേ ആണ്. പിന്നെ ആകെ ഒരേ ഒരു പ്രശ്നം, ഞാനിതിൻ്റെ സപ്പോർട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി നെറ്റ്ഫ്ലിക്സ് ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കിയപ്പോൾ നെറ്റ്ഫ്ലിക്സ് ഇൻസ്റ്റാൾ ആയില്ല. ഞാൻ റിയൽമിയോട് ചോദിച്ചു, അവർ പറഞ്ഞു ഇത് പ്രീ പ്രൊഡക്ഷൻ യൂണിറ്റാണ് നമുക്ക് തന്നിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇതിൽ ചില കാര്യങ്ങൾ സപ്പോർട്ട് ആവാതെ വരുന്നത്. പക്ഷേ നിങ്ങൾ റീറ്റെയിൽ യൂണിറ്റ് വാങ്ങിക്കുന്ന നേരത്ത് അതിൽ ഇതൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും വരിക എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്, റിയൽമി പറഞ്ഞിട്ടുള്ളത്. നമുക്ക് വിശ്വസിക്കാമെന്ന് തോന്നുന്നു, കാരണം Realme 11 Proയിൽ നെറ്റ്ഫ്ലിക്സ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഒരു ഇഷ്യൂ ഇല്ല. സോ ഇതിൻ്റെ റീറ്റെയിൽ യൂണിറ്റ് വരുമ്പോൾ ഇതിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. ഇനി ഇതിൻ്റെ ബാറ്ററി നോക്കിയാൽ 5000 mAh ബാറ്ററി ഉണ്ട്, 100 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് കൊടുത്തിട്ടുണ്ട്. ഒരു അരമണിക്കൂർ കൊണ്ട് ഈസി ആയിട്ട് ഫുൾ ആയിട്ട് ചാർജ് ആവും. സോ ഫൈനലി ഈ ഒരു ഫോൺ എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡിസൈൻ അടിപൊളി, ഡിസ്പ്ലേ ഗുഡ് ക്വാളിറ്റി, ക്യാമറ ഞാൻ കാണിച്ചു തന്നു, വലിയ കുഴപ്പമില്ല, ബാറ്ററിയും നല്ല സെറ്റപ്പാണ്, 100 വാട്ട് ചാർജിങ് അടക്കം. മൊത്തത്തിൽ ഈ ഫോൺ നന്നായിട്ടുണ്ട്. 30,000 രൂപ താഴെ എന്ന് പറയുമ്പോൾ ആ രീതിയിലാണ് ഞാൻ കേട്ടിരിക്കുന്നത്. സോ ഒരു 25, 26, 27 ആ ഒരു സെഗ്മെന്റിലൊക്കെയാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നന്നായിട്ടുണ്ട്, വലിയ കുഴപ്പമില്ല. ഒരു ഓൾറൗണ്ടർ ഫോൺ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നന്നായിരിക്കും. അതിൻ്റെ മുകളിലേക്ക് വില പോകുന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, കാരണം അവിടെ ഇതിനേക്കാൾ ബെറ്ററായ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരുപാട് നല്ല ഫോണുകൾ അവൈലബിൾ ആണ്. സോ ഡബിൾ ചെക്ക് ചെയ്തിട്ട് വേണം വാങ്ങിക്കാൻ. വില എത്രയാണെന്ന് എനിക്ക് ഇപ്പോഴേക്ക് അറിയില്ല, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കുക. ഇതാണ് Realme 11 Pro Plus എന്ന ഈ ഫോണിനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം. ഡിസൈൻ ആണ് ഇതിലെ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയ കാര്യം. നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട.